സർ, ഇപ്പോൾ പരീക്ഷാക്കാലമാണല്ലോ. ഇപ്പോൾ ഈ പരീക്ഷ എഴുതുമ്പോഴുള്ള പേടി, ആ സമയത്തുള്ളൊരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഹിപ്നോസിസ് വഴി മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, മിക്കവാറും ഒക്കെ കുട്ടിക്കാലം ഈ കുട്ടികളിലും കൗമാരക്കാരിലുമൊക്കെ അവർ വളരെ ഹൈലി സസെപ്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ഹിപ്നോസിസിന് വിധേയരാക്കാനും അതുപോലെ തന്നെ അവരിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയും. ഈ കുട്ടികളുടെ പരീക്ഷാകാലത്തുള്ള പേടി, ആങ്സൈറ്റി, ഇവയൊക്കെ ഹിപ്നോസിസിൽ ഗുണകരമായി പരിഹരിക്കാൻ കഴിയും. ഇതിൽ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു 3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ എന്നെ വിളിച്ചു. എൻ്റെ അടുത്ത സുഹൃത്താണ്. എന്നിട്ട് അയാളുടെ മകള് SSLCക്ക് പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ കുട്ടി മോഡൽ പരീക്ഷയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു ഛർദിലും അതുപോലെ തന്നെ ഒരു തളർച്ചയും അനുഭവപ്പെടുന്നു. അപ്പോൾ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് കണ്ടെത്തിയത് ഒരു അസുഖവും ശാരീരികമായി ഇല്ല എന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം മാനസിക തലത്തിലായിരുന്നു. എന്നിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്കൊരു സെഷൻ എടുത്തതിന് ശേഷം ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ആ കുട്ടിയെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഗുണകരമായ സജഷൻസ് നൽകി. ആ ഒരൊറ്റ സെഷനിൽ തന്നെ ആ കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ തന്നെ ഈ SSLC പരീക്ഷ എഴുതുന്ന 4-5 കുട്ടികൾ ആ സമയത്ത് തന്നെ ഹിപ്നോസിസിന് ഇതുപോലെ തന്നെ പരീക്ഷ പേടിക്കും പറ്റി ഹിപ്നോസിസിന് വിധേയരാക്കി. അവർക്കെല്ലാം വലിയ മാറ്റം ഉണ്ടാവുകയും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടി വിജയിക്കാനും സാധിച്ചു. ഇപ്പോൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം. വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിപ്പിച്ചു എന്നല്ല, അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷ പേടിയും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചു. അതാണ്.